empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വിശ്വാസത്തിന് മാതൃകയായി കർത്താവ് നമുക്ക് മുൻപിൽ നിർത്തിയവരെ കുറിച്ച് നമ്മൾ പഠിച്ചു വരികയായിരുന്നു. പ്രഷില്ല പ്രോഗ്രാമിന്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. സങ്കീർത്തകനായ ദാവീദ് 103-ാം സങ്കീർത്തനം 17-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: എന്നാൽ കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും, അവിടുത്തെ നീതി തലമുറകളോളം നിലനിൽക്കും. പരിശുദ്ധ വചനം പറയുകയാണ്, തന്റെ ഭക്തരുടെ മേൽ അവിടുത്തെ കാരുണ്യം എന്നേക്കും ഉണ്ടായിരിക്കുമെന്ന്. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന റൂത്തിന്റെ ജീവിതത്തിൽ നിറവേറിയ ഒരു തിരുവചന സത്യമാണിത്. കർത്താവിനെ പിൻചെല്ലാനായി തീരുമാനിച്ച റൂത്തിന്റെ കൂടെ കർത്താവിന്റെ കാരുണ്യം നിരന്തരം ഉണ്ടാകുന്നതാണ് നമ്മൾ കാണുന്നത്. അവളുടെ ജീവിത അവസാനം വരെയും കർത്താവ് അവളെ പരിപാലിക്കുകയാണ്. തലമുറകളോളം തന്റെ നീതി അവിടുന്ന് കാണിക്കുന്നു എന്ന് പരിശുദ്ധ വചനം പറയുന്നുണ്ട്. ഈ ഒരു വചനം റൂത്തിന്റെ ജീവിതത്തിൽ നിറവേറുകയായിരുന്നു. അവളുടെ തലമുറകളിലേക്ക് കർത്താവ് കരുണ വർഷിക്കുകയായിരുന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, തന്റെ ഭക്തരുടെ മേലാണ് അവിടുന്ന് ഈ കാരുണ്യം ചൊരിയുന്നത്. നാം എന്ത് സാഹചര്യങ്ങളിലായിരിക്കോട്ടെ, എന്ത് പ്രതിസന്ധികളിലായിരിക്കോട്ടെ, എങ്ങനെയാണെങ്കിലും കർത്താവിന്റെ ഭക്തയാണ് നീയെങ്കിൽ കർത്താവിന്റെ കാരുണ്യം നമ്മോടൊപ്പം ഉണ്ടാകുമെന്ന കർത്താവ് പറയുന്നേ. ഇത്ര മഹത്തേറിയ ഈ ഒരു വാഗ്ദാനം ഇതിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മുടെ രാജാവിനെ, നമ്മുടെ കർത്താവിനെ ഒന്ന് ചേർന്ന് ഒരു മനസ്സോടെ സ്തുതിക്കുവാനായി നമുക്ക് ഒരുങ്ങാം. നാം ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഐക്യത്തോടെ നമ്മുടെ രാജാവിനെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ മേൽ കരുണ ചൊരിയുന്ന കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളെ അനുദിനം വഴി നടത്തുന്ന കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഈശോയെ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയുന്നതിനായി, ഞങ്ങൾ അനുദിനം വഴി കൈപിടിച്ച് നടത്തുന്നതിനായി കർത്താവേ ഞങ്ങൾ നന്ദി പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിപ്പിൻ. ഹല്ലേലൂയ. ഭൂവാസികളേ, കർത്താവിനെ സ്തുതിപ്പിൻ. ഈശോയേ, സന്തോഷത്തോടെ സ്തുതി പാടുവിൻ. ആമേൻ. സംഗീതത്തോടെ വന്നു കൂടുവിൻ. ഹല്ലേലൂയ. സന്തോഷത്തോടെ സ്തുതി പാടുവിൻ. സംഗീതത്തോടെ വന്നു കൂടുവിൻ. ഈശോയേ, അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. ഈശോയെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയാണ്, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയാണ്. സർവശക്തനായ, സർവജ്ഞാനിയായ, സർവാധിപനായ കർത്താവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന. യഹോവ തന്നെ ദൈവമെന്നറിവിൻ, അവൻ നമ്മെ മെനഞ്ഞുവല്ലോ. ഹല്ലേലൂയ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ, അവൻ നമ്മെ മെനഞ്ഞുവല്ലോ. ഞങ്ങളെ ഏറ്റു പറയുന്ന കർത്താവേ, നമുക്കുള്ളവൻ, നാം അവനുള്ളവർ, അവനെ സ്തുതിച്ചിടുവിൻ. ഈശോയേ, അവൻ നമുക്കുള്ളവൻ, നാം അവനുള്ളവർ, അവനെ സ്തുതിച്ചിടുവിൻ. ഹല്ലേലൂയ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. ഹല്ലേലൂയ. നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവൻ. അവൻ നല്ലവനല്ലോ,
ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ, ഈശോ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ലഭിക്കുവാൻ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, തിരുക്കുടുംബത്തിന്റെ പാലക, ഞങ്ങളുടെ കുടുംബങ്ങൾ ഈശോയെ മാത്രം നോക്കി ജീവിക്കുന്ന കുടുംബങ്ങളായി തീരുവാനായി യോസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ആമേൻ. യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ പഴയ നിയമത്തിലെ റൂത്തിന്റെ പുസ്തകത്തിലൂടെ കർത്താവ് നമുക്ക് നൽകുന്ന ആഹ്വാനങ്ങളെ പഠിച്ചു വരികയായിരുന്നു. റൂത്തിന്റെ ജീവിതത്തിൽ വലിയ കഷ്ടതകളുടെ സമയത്തും വലിയ ദുഃഖത്തിന്റെ സമയത്തും അവൾ എപ്രകാരം കർത്താവിനോട് ചേർന്ന് തീരുമാനങ്ങൾ എടുത്ത് തൻ്റെ അമ്മയ്ക്ക് താങ്ങായി നിന്നു എന്ന് നമ്മൾ കണ്ടു. അവളുടെ ആ ഒരു വലിയ തീരുമാനത്തിന്, കർത്താവിനോട് പക്ഷം ചേരാനുള്ള അവളുടെ വലിയ തീരുമാനത്തിന് കർത്താവ് വലിയ രീതിയിൽ അനുഗ്രഹിക്കുകയായിരുന്നു. കർത്താവിനെ പ്രതി നാം എടുക്കുന്ന തീരുമാനങ്ങൾക്ക് കർത്താവ് നൽകുന്ന മാന്യതയും തുടർന്നുള്ള നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ ആ ഒരു വലിയ നടത്തിപ്പും, ഇതാണ് ഇന്ന് റൂത്തിന്റെ ജീവിതത്തിലൂടെ കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്കറിയാം, മൊവാബിയായിരുന്ന റൂത്ത് ഇസ്രായേൽ ദേശത്തെ ബെത്ലഹേമിലേക്കാണ് കടന്നു വരുന്നത്. മൊവാബിയരും ഇസ്രായേലിയരും പണ്ട് മുതൽക്കേ ശത്രുക്കൾ പോലെയാണ്. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു ബന്ധങ്ങളുമില്ല. റൂത്തിനെ സംബന്ധിച്ചിടത്തോളം മൊവാബിയായ അവൾ ഈ ഒരു ദേശത്തേക്ക് കടന്നു വരുമ്പോൾ അവളുടെ മനസ്സിലൂടെ അനേകം ചോദ്യങ്ങൾ പോയിട്ടുണ്ടാകാം. എന്നാൽ തന്റെ അമ്മയുടെ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അവൾ ആ ദേശത്തേക്ക് കടന്നു വരികയാണ്. അവൾ അവിടെ കടന്നു വന്ന്, നമുക്കറിയാം, വിധവകളായ 2 സ്ത്രീകളാണ്. അവർക്ക് ഉപജീവനത്തിനുള്ള മാർഗങ്ങൾ വേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവർ എന്താ ചെയ്യുന്നത്? 2-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. അവൾ പറഞ്ഞു പൊയ്ക്കൊള്ളുക. ഇവിടെ വയലുകളിൽ കാല പെറുക്കുവാനുള്ള റൂത്തിന്റെ ആ ഒരു ചോദ്യത്തിന് നവോമി സമ്മതം നൽകുന്നതാണ് നമ്മൾ കാണുന്നത്. തുടർന്ന് വചനം പറയുകയാണ്, റൂത്ത് വയലിൽ ചെന്ന് കൊയ്ത്തുകാരുടെ പിറകെ കാലാപ്പെറുക്കി. അത് അന്ന് ഇസ്രായേലിൽ ഉണ്ടായിരുന്ന ഒരു കഷ്ടമായിരുന്നു. വയലുകളിൽ പോയി കാലാപ്പെറുക്കുക, അതായത് കൊയ്യുന്നതിന്റെ ബാക്കി വയലിൽ വീണു പോകുന്നത് പെറുക്കി അവർക്ക് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകുവാനുള്ള അനുവാദമുണ്ടായിരുന്നു. അതിനായി റൂത്ത് അവിടെയുള്ള ഒരു വയലിലേക്ക് കടന്നു ചെല്ലുകയാണ്. എന്നാൽ അവിടെ കർത്താവിന്റെ വിശ്വസ്തതയുടെ കരങ്ങൾ അവളുടെ മേൽ നീട്ടപ്പെടുന്നതായി നമ്മൾ കാണുന്നുണ്ട്. തുടർന്ന് വചനം പറയുകയാണ്, എലിമലേക്കിന്റെ കുടുംബത്തിൽപ്പെട്ട തന്റെ അമ്മായിയപ്പനായ എലിമലേക്കിന്റെ കുടുംബത്തിൽപ്പെട്ട ബോവാസിന്റെ വയലിലാണ് അവൾ എത്തിച്ചേർന്നത്. ആ ദേശത്തെ കുറിച്ചോ അവിടെ താമസിക്കുന്നവരെ കുറിച്ചോ യാതൊരു അറിവും ഇല്ലാതിരുന്ന റൂത്ത് എത്തിച്ചേരുന്നത് തന്റെ ബന്ധുവിന്റെ വയലിലേക്കാണ്. അന്ന് ആ ദേശത്തെ വലിയൊരു ധനികനായിരുന്നു ബോവാസ്. എന്നാൽ തികഞ്ഞ ദൈവഭക്തനായിരുന്ന ബോവാസ് റൂത്തിനെ കുറിച്ചും അവരുടെ ഭവനത്തിന് വന്ന പ്രശ്നത്തെ കുറിച്ചും ഒക്കെ അറിയാമായിരുന്നു. തുടർന്ന് 2-ാം അധ്യായം 12-ാം വാക്യത്തിൽ ബോവാസ് റൂത്തിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ പ്രവർത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും. നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ഇവിടെ ബോവാസിൽ നിന്നും കർത്താവിന്റെ ആ അനുഗ്രഹിക്കുന്ന സ്വഭാവത്തെ കുറിച്ച്, പ്രതിഫലം നൽകുന്ന ഒരു ദൈവത്തെ കുറിച്ച് റൂത്ത് മനസ്സിലാക്കുക മാത്രമല്ല, തുടർന്നുള്ള അവളുടെ ഓരോ സ്റ്റെപ്പിലും ആ ഒരു ദൈവത്തെ, പ്രതിഫലം നൽകുന്ന, വിശ്വസ്തയോടെ തന്നെ കാത്തു പരിപാലിക്കുന്ന ദൈവത്തെ അവൾ അനുഭവിക്കുകയായിരുന്നു. ഇത്ര ധനികനായിരുന്ന ബോവാസ് ഇവളോട് പ്രത്യേകമായ ഒരു അനുകമ്പയും കരുണയും സ്നേഹവും ഒക്കെ കാണിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അവരുടെ ഭവനത്തിലേക്ക് ആവശ്യമായതെല്ലാം ബോവാസ് നൽകുന്നുണ്ട്. കർത്താവ് നൽകിയ ഒരു പ്രേരണ അനുസരിച്ച് തുടർന്ന് ബോവാസ് റൂത്തിനെ വിവാഹം ചെയ്യാൻ ഒരുങ്ങുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്.
ആ ദേശത്തേക്ക് വളരെയേറെ ചോദ്യങ്ങളുമായി കടന്നു വന്ന റൂത്തിനെ സംബന്ധിച്ചിടത്തോളം കർത്താവിന്റെ മഹനീയമായ ആ ഒരു പരിപാലനയുടെ വഴികളാണ് അവൾ അനുഭവിച്ചത്. റൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 13-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അങ്ങനെ ബോവാസ് റൂത്തിനെ സ്വീകരിച്ചു. അവൾ അവന്റെ ഭാര്യയായി. യഹൂദ നിയമങ്ങൾക്കനുസൃതമായി ബന്ധുവായിരുന്ന ബോവാസിന് തീർച്ചയായിട്ടും റൂത്തിനെ സ്വീകരിക്കുവാൻ അവരുടെ നിയമം അനുശാസിക്കുന്നുണ്ടായിരുന്നു. അപ്രകാരം റൂത്തിനെ ബോവാസ് ഭാര്യയായി സ്വീകരിക്കുകയാണ്. ഇത്രയേറെ പ്രതികൂലങ്ങളെ നേരിടാൻ തയ്യാറായ റൂത്തിനെ, പ്രതിസന്ധികളിലേക്ക് കർത്താവിനോട് ചേർന്ന് ചുവടെടുത്തു വെച്ച റൂത്തിനെ കർത്താവ് അത്ഭുതകരമായി നയിക്കുകയായിരുന്നു. അവിടുത്തെ ധനികനായ, കർത്താവിൽ ഉറച്ച വിശ്വാസമുണ്ടായിരുന്ന ആ ബോവാസിനെ റൂത്തിന് ഭർത്താവായി നൽകി കർത്താവ് അനുഗ്രഹിക്കുകയായിരുന്നു. അവിടം കൊണ്ടും തീർന്നില്ല. ആ പുസ്തകത്തിന്റെ അവസാന വാക്യം 22-ാം വാക്യത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. റൂത്തിനും ബോവാസിനും അങ്ങനെ ഒരു കുഞ്ഞുണ്ടാവുകയാണ്. കുഞ്ഞിന് അവർ ഓബദ് എന്ന് പേരിട്ടു. ആ വാക്യത്തിൽ നമ്മൾ എന്താ കാണുന്നത്? ഓബദ് ജസ്സയുടെയും ജസ്സേ ദാവീദിന്റെയും പിതാവാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ദാവീദ് രാജാവിന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ആയിട്ടാണ് റൂത്ത് മാറുന്നത്. വിജാതിയായിരുന്ന ഒരു മൊവാബ്യ സ്ത്രീ ആയിരുന്ന റൂത്ത് കർത്താവിൽ അഭയം പ്രാപിച്ചപ്പോൾ, കർത്താവിൽ മാത്രം ആശ്രയിച്ചപ്പോൾ, കർത്താവിന്റെ നിയമങ്ങൾ അനുസരിച്ച് അവൾ ചുവടെടുത്തു വെച്ചപ്പോൾ അവളെ പരിപാലിച്ച് എത്ര വലിയ സ്ഥാനത്തേക്കാ കർത്താവ് ഉയർത്തിയത്. പരിശുദ്ധ ബൈബിളിൽ നമ്മുടെ കർത്താവിന്റെ വംശാവലിയിൽ വരെ ഇടം നേടുമാറ് റൂത്തിനെ കർത്താവ് അത്രയധികമായി ഉയർത്തുന്നതാ നമ്മൾ കാണുന്നത്. കർത്താവിന്റെ വിശ്വസ്തതയുടെ ആ നടത്തിപ്പിന്റെ വലിയ ഒരു ഉദാഹരണമായിട്ടാണ് റൂത്ത് നമുക്ക് മുൻപിലായിരിക്കുക. കർത്താവിന് വേണ്ടി സ്റ്റെപ്പ് എടുത്തു വെച്ചപ്പോൾ, കർത്താവ് പറഞ്ഞതനുസരിച്ച് സംശയിക്കാതെ അവൾ ഉറപ്പോടെ മുന്നോട്ട് പോയപ്പോൾ കർത്താവ് നൽകിയ പ്രതിഫലമായിരുന്നു അത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് കർത്താവിനോട് ചേർന്ന് സ്റ്റെപ്പുകൾ എടുക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ചോദ്യങ്ങൾ ഉയരുന്നുണ്ടോ? നമുക്ക് അവ്യക്തതകൾ വരുന്നുണ്ടോ? റൂത്തിന്റെ ജീവിതമാണ് നമുക്കൊരു ഉത്തരമായിട്ടുള്ളത്. ഇതിലും കൂടുതൽ അവ്യക്തതയോടെ നാം ആയിരിക്കാൻ സാധ്യതയില്ല. അത്രമാത്രം പ്രശ്നങ്ങളിലേക്കാണ് അവൾ കാലെടുത്തു വെച്ചത്. തീർത്തും അപരിചിതം എന്നല്ല, ശത്രുക്കളുടെ ഇടയിലേക്കാണ് അവൾ കടന്നു വരുന്നത്. പക്ഷേ അവൾ ഏറ്റുപറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു: എന്റെ അമ്മയുടെ ദൈവമായിരിക്കും ഇനി എന്റെയും ദൈവമെന്ന്. സർവശക്തനായ ഇസ്രായേലിന്റെ ദൈവത്തെ കൂട്ടുപിടിച്ചാണ് റൂത്ത് ആ ദേശത്തേക്ക് കടന്നു വരുന്നത്. അവിടുത്തെ ധനികനായ ആ ഒരു വ്യക്തിയുടെ ഭാര്യയായി, അതിനേക്കാളൊക്കെ ഉപരിയായി നമ്മുടെ കർത്താവിന്റെ വംശാവലിയിൽ ഒരു ഭാഗമായി അവൾ മാറുകയായിരുന്നു. കർത്താവിന്റെ ആ ഒരു വലിയ നടത്തിപ്പിനെ നമ്മൾ ഒരിക്കലും സംശയിക്കരുത് പ്രിയമുള്ളവരെ. നമ്മുടെ മുമ്പിലെ സാധ്യതകൾ നമുക്കെതിരായിരിക്കാം, എല്ലാം നമുക്കെതിരായിരിക്കാം, നമ്മുടെ എല്ലാ സാഹചര്യങ്ങളും നമുക്കെതിരായിരിക്കാം. പക്ഷേ കർത്താവിനോട് ചേർന്നാണ് നാം ഓരോ സ്റ്റെപ്പുകൾ എടുക്കുന്നതെങ്കിൽ, കർത്താവിനോട് ചേർന്നാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ, മുന്നിൽ കാണുന്ന പ്രതികൂലങ്ങളെയോ പ്രതിസന്ധികളെയോ ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമേ ഇല്ല എന്ന പരിശുദ്ധ വചനം നമുക്ക് ഉറപ്പു തരുന്നത്. നമ്മൾ പഠിച്ച ഒത്തിരിയേറെ വിശിഷ്ടങ്ങളായ വ്യക്തികൾ, അവരുടെ ജീവിതത്തിലൂടെയൊക്കെ നമ്മൾ എന്താ കണ്ടത്? അബ്രാഹത്തെ കർത്താവ് വിളിച്ചു. ആ വിളിയോട് അബ്രാഹാം യെസ് പറഞ്ഞ് കണ്ണുമടച്ചിറങ്ങി പോകുന്നതാ നമ്മൾ കണ്ടത്. ഒരു സാധ്യതയും ഇല്ല, എങ്ങോട്ടാണ് പോകുന്നതെന്നോ എന്തിനാണ് പോകുന്നതെന്നോ ഒന്നും അബ്രാഹത്തിന് അറിയുകയില്ല. കർത്താവ് വിളിച്ചു, കർത്താവിനോട് ചേർന്ന് അബ്രാഹാം ഇറങ്ങി തിരിച്ചു. തുടർന്നുള്ള അബ്രാഹത്തിന്റെ ജീവിതത്തിലൂടെ നമ്മൾ എന്താ കാണുന്നേ? വിശ്വസ്തനായ കർത്താവ് അനുനിമിഷം നയിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നേ. ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്കാണ് അബ്രാഹാം പോകുന്നത്. വലിയ ജനതകളുടെ പിതാവായി, വിശ്വാസികളുടെ പിതാവായി അബ്രാഹാം മാറുകയാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ പഠിച്ചതാണ് പുതിയ നിയമത്തിലെ എലിസബത്തിന്റെ കഥ. എലിസബത്ത് സക്കറിയ ദമ്പതികൾ, അവർ വിശ്വസ്തയോടെ കർത്താവിനോട് ചേർന്ന് മുന്നേറുകയാണ്. തങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിച്ചില്ലെങ്കിലും, വളരെ പ്രതിസന്ധികൾ എപ്പോഴും അവരുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിലും, അവർ വിശ്വസ്തയോടെ കർത്താവിനോട് ചേർന്ന് പോവുകയാണ്. കർത്താവിനോടുള്ള ആ ഒരു വിശ്വാസത്തിൽ ഒട്ടും കുലുക്കം തട്ടുന്നില്ല, അവർ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോഴാണ് കർത്താവിന്റെ വിശ്വസ്തതയുടെ കരങ്ങൾ അവരുടെ നേരെ നീണ്ടത്. വലിയ ഉത്തരം അവർക്ക് ലഭിക്കുകയാണ്. സ്നാപക യോഹന്നാൻ എന്ന മഹാ അത്ഭുതത്തെ
കർത്താവ് അവർക്ക് സമ്മാനിക്കുകയാണ്. കർത്താവിനോടുള്ള വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു നിന്നാൽ, വിശ്വസ്തയോടെ നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുന്നവനാണ് നമ്മുടെ കർത്താവ്. ആ ഒരു ഉറച്ച ബോധ്യം നമുക്കുണ്ടാകാനായിട്ടാണ് റൂത്തിന്റെ പുസ്തകത്തിലൂടെ ഈ സംഭവങ്ങളെല്ലാം കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്നത്. വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം, അവിടെ 3-ാം അധ്യായം 3-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്ത് കർത്താവ് ഇപ്രകാരം പറയുന്നുണ്ട്: എന്നാൽ കർത്താവ് വിശ്വസ്തനാണ്. എന്നാൽ കർത്താവ് വിശ്വസ്തനാണ്. അവിടുന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തുകയും അവിടുന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യും. ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യും. വളരെയേറെ പ്രതിസന്ധികളിലൂടെ, പ്രശ്നങ്ങളിലൂടെ, ഭീഷണികളിലൂടെ ഒക്കെ കടന്നുപോയ പൗലോസ്ലീഹ പറയുകയാണ്, എന്തൊക്കെ സംഭവിച്ചാലും കർത്താവ് വിശ്വസ്തനാണ്. അവിടുന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തും. എന്ത് പ്രശ്നത്തെ നേരിടാനും, എത്ര പ്രതിസന്ധിയെ നേരിടാനും സർവശക്തൻ നിങ്ങളെ ശക്തിപ്പെടുത്തുമെന്ന പൗലോസ്ലീഹ നമുക്ക് ഉറപ്പു തരുന്നത്. കർത്താവിന്റെ ഈ വിശ്വസ്തതയിൽ നമുക്ക് ഉറപ്പുള്ളവരായിരിക്കാം. എന്ത് തന്നെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ ആയിക്കൊള്ളട്ടെ, കർത്താവിനോടൊപ്പമാണ് നമ്മളെങ്കിൽ കർത്താവ് നടത്തുക തന്നെ ചെയ്യും. കർത്താവിന്റെ ഒപ്പമാണ് നമ്മൾ എന്ന് ഉറപ്പ് വരുത്തണം എന്ന് മാത്രം. ആ ഒരു ഉറപ്പുണ്ടെങ്കിൽ, എന്ത് പ്രതികൂലം വന്നാലും എന്റെ കർത്താവിനെ ഞാൻ വിട്ടു പിരിയുകയില്ല എന്നൊരു ഉറപ്പുണ്ടെങ്കിൽ, കർത്താവിന്റെ വിശ്വസ്തത നമ്മുടെ ജീവിതത്തിൽ അനുനിമിഷം നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. കർത്താവിന്റെ പിറകെ പോകുന്നവരെ വെറുതെ അങ്ങ് ഉപേക്ഷിച്ചു പോകുന്നവനല്ല നമ്മുടെ കർത്താവ്. അതിനുള്ള ഉദാഹരണങ്ങളാണ് പരിശുദ്ധ വചനത്തിൽ നമുക്ക് മുൻപിൽ കടന്നു വരുന്ന ഓരോ വ്യക്തികളും. തങ്ങളുടെ ജീവിതം കർത്താവിന് വേണ്ടി, കർത്താവിന്റെ നിയമങ്ങൾ പാലിക്കാൻ വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തപ്പോൾ കർത്താവ് അവരെ നടത്തിയ മഹനീയമായ കഥകളാണ് ഈ പരിശുദ്ധ ഗ്രന്ഥത്തിൽ മുഴുവൻ നമ്മൾ കാണുന്നത്. അത് വെറുതെ എഴുതപ്പെട്ടതല്ല. നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത് പോലെ നമുക്കൊരു പാഠമാകാൻ ഇവയെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നു. ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവിന്റെ വിശ്വസ്തതയിൽ ഉറച്ച് നമുക്ക് മുന്നേറാം. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-ഉം 23-ഉം വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. നമ്മുടെ കർത്താവിന്റെ സ്നേഹത്തെയും നമ്മുടെ കർത്താവിന്റെ കാരുണ്യത്തെയും അതുപോലെ നമ്മുടെ കർത്താവിന്റെ വിശ്വസ്തതയും നമുക്ക് ഉറപ്പോടെ ഏറ്റുപറയാം. ഈ കാര്യങ്ങൾ നമുക്ക് അനുഭവിക്കണമെങ്കിൽ ഒരേ ഒരു കണ്ടീഷനെ കർത്താവ് വെക്കുന്നുള്ളൂ: അവിടുത്തോട് ചേർന്ന് നടക്കുക. കർത്താവിന്റെ സ്നേഹവും കരുണയും വിശ്വസ്തതയും എല്ലാം എപ്പോഴും നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും. ഈ ഒരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവിന്റെ വിശ്വസ്തതയിൽ ആനന്ദിച്ചുകൊണ്ട്, നമ്മുടെ കർത്താവിന് നന്ദി പറഞ്ഞ് നമുക്ക് നമ്മുടെ കർത്താവിനെ ആരാധിക്കാനായി ഒരുങ്ങാം. നാം ആയിരിക്കുന്നിടത്തിരുന്ന് നന്ദിയുള്ള ഹൃദയത്തോടെ നമ്മുടെ കർത്താവിന്റെ വിശ്വസ്തതയെ നമുക്ക് ഏറ്റു പറഞ്ഞ് അവിടുത്തെ നമുക്ക് പാടി ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ നന്ദി പറയുകയാണ്. വിശ്വസ്തയോടെ ഞങ്ങളെ പരിപാലിക്കുന്ന അങ്ങയുടെ സ്നേഹത്തിനായിട്ട് നന്ദി പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങയുടെ വിശ്വസ്തതയെ ഞങ്ങൾ ഏറ്റു പറയുന്നു കർത്താവേ. അങ്ങയുടെ വിശ്വസ്തതയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. വിശ്വസ്തത എത്ര വലുത്, അതിനൽപ്പം പോലും മാറ്റമില്ലല്ലോ. ഞങ്ങൾ ഏറ്റു പറയുന്നു പിതാവേ. വാക്കുകൾ ഞാൻ പലവട്ടം മാറ്റിയപ്പോഴും തന്റെ വിശ്വസ്തത മാറിയില്ലല്ലോ. ഹല്ലേലൂയ. എന്റെ കർത്താവിൻ വിശ്വസ്തത എത്ര വലുത്, അതിനൽപ്പം പോലും മാറ്റമില്ലല്ലോ. എന്റെ വാക്കുകൾ ഞാൻ പലവട്ടം മാറ്റിയപ്പോഴും തന്റെ വിശ്വസ്തത മാറിയില്ലല്ലോ. അങ്ങേ സ്നേഹത്തോട് ഉപമിക്കുവാൻ യാതൊന്നുമില്ല പ്രിയനേ. ഈ സ്നേഹബന്ധത്തെ അകറ്റാൻ എല്ലാവർക്കും സാധ്യമല്ല. അങ്ങേ കൃപ മതി ഇതരയിൽ നിലനിന്നിടാൻ, അത് ബലഹീന വേളകളിൽ തികഞ്ഞു ക്രിസ്തുവെന്ന തലയോളം ഉയർത്തിടുവാൻ സത്യവചനമെന്നാവിലെന്നും നിലനിർത്തണേ. ഹല്ലേലൂയ.
കർത്താവെ ഞങ്ങൾ ഏറ്റു പറയുകയാണ്. ഞങ്ങൾ എത്രമാത്രം അവിശ്വസ്തത കാണിച്ചപ്പോഴും വിശ്വസ്തയോടെ ഞങ്ങളെ കാത്തു പാലിച്ച ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ. നീ എനിക്കായി മാറ്റി തന്നിട്ടും ഞാൻ വീണ്ടും നിന്നോടകന്നിരുന്നപ്പോ എന്റെ യാതൃപ്തിയും പിറുപിറുപ്പും ഓർക്കാതെ മേൽ അങ്ങേ ദീർഘക്ഷമ കാട്ടിയല്ലോ നീ. ചെങ്കടൽ നീ എനിക്കായി മാറ്റി തന്നിട്ടും ഞാൻ വീണ്ടും നിന്നോടകന്നിരുന്നപ്പോൾ എന്റെ യാതൃപ്തിയും പിറുപിറുപ്പും ഓർക്കാതെ മേൽ അങ്ങേ ദീർഘക്ഷമ കാട്ടിയല്ലോ നീ. അങ്ങേ സ്നേഹത്തോട് ഉപമിക്കുവാൻ ഇല്ല യാതൊന്നും ഇല്ല പ്രിയനേ. കർത്താവേ, സ്നേഹബന്ധത്തെ അകറ്റാൻ ഇല്ല ആർക്കും സാധ്യമല്ല. അങ്ങേ കൃപ മതി ഇത്തരയിൽ നിലനിന്നിടാൻ. അത് ബലഹീന വേളകളിൽ തികഞ്ഞു വരും. എന്നെ ക്രിസ്തുവെന്ന തലയോളം ഉയർത്തിടുവാൻ സത്യവചനമെന്നാവിലെന്നും നിലനിർത്തണേ. അങ്ങേ കൃപ മതി ഇത്തരയിൽ നിലനിന്നിടാൻ. അത് ബലഹീന വേളകളിൽ തികഞ്ഞു വരും. എന്നെ ക്രിസ്തുവെന്ന തലയോളം ഉയർത്തിടുവാൻ സത്യവചനമെന്നാവിലെന്നും നിലനിർത്തണേ. ഞങ്ങൾ ഏറ്റു പറയുന്നു കർത്താവേ, അങ്ങയുടെ വിശ്വസ്തതയെ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങൾ അവിശ്വസ്തരായിരുന്നപ്പോഴും അങ്ങിൽ നിന്ന് മാറിപ്പോയപ്പോഴും എല്ലാം അങ്ങയുടെ വിശ്വസ്തത ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു. കർത്താവെ നന്ദി പറയുന്നു. ഞങ്ങളെ വിട്ടുപിരിയാതെ അങ്ങേ സ്നേഹത്തിൽ ഉറപ്പിച്ചു നിർത്തി അങ്ങയുടെ വിശ്വസ്തതയ്ക്ക് കർത്താവെ ഞങ്ങൾ നന്ദി പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നൽകുന്ന മറ്റൊരാഹ്വാനവുമായി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. റൂത്തിന്റെ ജീവിതത്തിലൂടെ കർത്താവ് നമുക്ക് നൽകിയ വചനങ്ങൾ, നമുക്ക് നൽകിയ ആഹ്വാനങ്ങൾ നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാനായി നമുക്ക് ശ്രമിക്കാം. ആ ഒരു കൃപ നമുക്ക് സ്വന്തമാക്കാം. ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഷെക്കേന ന്യൂസിനെയും ഈ പ്രോഗ്രാമിനെയും ഇതിന്റെ പിന്നിൽ അധ്വാനിക്കുന്ന ഓരോരുത്തരെയും ഓർക്കണം. നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങളെ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് ഐക്യത്തോടെ കർത്താവിന്റെ രാജ്യവേലയിൽ മുന്നോട്ട് പോകാം. എല്ലാവരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷിക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652. Empowering women in Christ.